നാടക മത്സരം നടക്കുന്ന വേദിയിലേക്ക് നാടകപ്രവർത്തകരുടെയും കലാകാരന്മാരുടെയും ഒഴുക്കാണ്. നാടക കലാകാരന്മാരുടെ സംഗമവേദി കൂടിയായി മാറി നാടക മത്സരം നടക്കുന്ന വേദിയുടെ പരിസരം. സിനിമാ താരങ്ങളും നാടകപ്രവർത്തകരുമായ പരപ്പുവും അശ്വനിയും കൈരളി ന്യൂസിനോട് കലോത്സവ അനുഭവം പങ്കുവച്ചു. നാടക മത്സരം നടക്കുന്ന ഓ മാധവൻ സ്മൃതിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു അടുപ്പ് കല്ലുകൾ വന്നു ചേർന്നിട്ടുണ്ട്. അതെ അതെ, സോഷ്യൽ മീഡിയ വളരെ ട്രെൻഡിങ് ആണല്ലോ അവരിപ്പം. അവരെ നമുക്കൊന്ന് കൈരളി പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തിയാലോ? തീർച്ചയായിട്ടും പരിചയപ്പെടേണ്ട ആൾക്കാർ തന്നെയാണ്. അത് മാത്രമല്ല, ഇവര് വെബ് സീരീസ് ഫെയിം ആണെങ്കിൽ പോലും മിസ്റ്റർ ബിബിൻദാസ് പരപ്പനങ്ങാടി എന്ന പരപ്പുവിന് ഒരു നാടക പാരമ്പര്യം കൂടെ ഉണ്ട്. അപ്പം അത് അദ്ദേഹം തന്നെ പറയുന്നത് ആയിരിക്കും നല്ലത്. അപ്പം തൻ്റെ സ്വതസിദ്ധമായ മലപ്പുറം ശൈലിയിൽ പരപ്പു എന്ന ബിബിൻദാസ് പരപ്പനങ്ങാടി പറയുന്നതായിരിക്കും. കലോത്സവ കാലം എല്ലാ കാലത്തും ഭയങ്കര സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ്. എല്ലാ കാലത്തും ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരു 10 വർഷത്തോളം 20ഓളം നാടകങ്ങൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ കൊണ്ടുവന്ന് കളിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപർണ എൻ്റെ ശിഷ്യാണ് ഒരു നാടകത്തിലെ. ഒരു ദ്രോഹം കൂടെ. ഹലിയോ ഹലി ഹുലാലെ എങ്ങനെ ഹലിയോ ഹലി ഹുലാലെ എന്ന് പറഞ്ഞിട്ടുള്ള നാടകത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോഴിക്കോട് കലോത്സവത്തിൽ അപർണ നാടകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ കാലത്തും നമ്മൾ ഈ കലോത്സവ സ്റ്റേറ്റ് കലോത്സവത്തിന് വരിക എന്ന് പറഞ്ഞാൽ ഇതിലും സന്തോഷകരമായിട്ടുള്ള നിമിഷം വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ വരുമ്പോൾ കുടുംബം മൊത്തമായിട്ടാണ് വന്നിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട്. കോഴിക്കോട് ഉണ്ടായിരുന്നത്. അതെ, ഈ കുടുംബം എന്ന് പറയുന്നത് കലാകാരന്മാരുടെയും കലാകാരികളുടെയും കുടുംബമാണ്. ബിബിൻദാസ് ഒരു വെബ് സീരീസിലെ ഒരു പ്രധാന കഥാപാത്രം, ഭാര്യ അശ്വനി വേറൊരു കഥാപാത്രം. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ അടുപ്പിലെ വെബ് സീരീസ് പോലെ ഈ അടുപ്പിലെ കലോത്സവം? ഭയങ്കര വൈബല്ലേ, സെറ്റാണ്, വൈബാണ്, പവറാണ്, പൊളിയാണ്, ആസ്വദിക്കുകയാണ്. അതെ, ശരിക്കും നമ്മൾ ഈ കലോത്സവ കാലത്തിന് ഇതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് നമുക്ക് ഇപ്പോൾ വെബ് സീരീസ് ആയാലും ഇനി അങ്ങോട്ട് സിനിമയെ കുറിച്ചിട്ട് ആലോചിക്കുകയാണെങ്കിലൊക്കെ ഇതൊക്കെ ഭീകര അനുഭവങ്ങൾ തന്നെയാണ് നമുക്ക് ചേർത്ത് വെക്കാനുള്ളത്. സിനിമയിലും നിങ്ങൾ കുടുംബസമേതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ അനുഭവങ്ങളെ കുറിച്ചൊന്നും സിനിമ ഈ ഇപ്പോൾ 1-2 ഇറങ്ങി, ഇനി ഒന്ന് വരാനുള്ളത് മോഹൻ സാറ്, വിനീത് ശ്രീനിവാസൻ സിനിമ ഒരു ജാതി ജാതകം ഈ ജനുവരിയിൽ ഇറങ്ങാൻ നിൽക്കുക. അശ്വിനീൻ്റെ സിനിമ ഷൂട്ട് നടക്കാനിരിക്കുകയാണ്. അങ്ങനെ ഈ കലാകാരന്മാരുടെയും കലാകാരികളുടെയും മക്കളടക്കമുള്ള ഈ വലിയൊരു കലാകുടുംബത്തോടൊപ്പമാണ് ഇപ്പോൾ കൈരളി ടീമുള്ളത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, അപർണ വിനോദ്, കൈരളി ന്യൂസ്.